ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് മോഡേൺ ഇന്ത്യയിലുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക് പഠിക്കുന്നത് പൊതുവെ നമ്മൾ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്ന പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, SSCക്ക് ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യവും ആ ചോദ്യത്തിന്റെ ഉത്തരവും അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ചെറിയ ടോപ്പിക്കാണ്, എന്നാൽ മിക്കവാറും എല്ലാ എക്സാമിനും ഒരുപാട് തവണ ചോദിച്ചുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്നുള്ള ആ 3 സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിക്കിലേക്ക് വന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ഗിവൻ ബിലോ റിഗാർഡിംഗ് ടു കമ്മ്യൂണൽ അവാർഡ് ഇൻ 1932 എന്നാണ് പറഞ്ഞത്. Find out the correct statement given below regarding to communal award of 1932. 1932 കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ഏതാണ്? കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ട് കൊടുത്ത 3 സ്റ്റേറ്റ്മെന്റുകളാണ്. ആ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക, അല്ലെങ്കിൽ കറക്റ്റ് ആയ ആൻസർ കണ്ടെത്തുക ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കമ്മ്യൂണൽ അവാർഡ് ഡിക്ലെയർഡ് ബൈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ രാംസെ മെക്ഡൊണാൾഡ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. കമ്മ്യൂണൽ അവാർഡ് ഡിക്ലെയർഡ് ബൈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ രാംസെ മെക്ഡൊണാൾഡ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വയ്ക്കുക. ഇറ്റ് എക്സ്റ്റെൻഡഡ് ദി സെപ്പറേറ്റ് ലെജിസ്ലേച്ചർ ഫോർ ഡിപ്രസ്ഡ് ക്ലാസ് എന്നാണ് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡഡ് ദി സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസ് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ വരിക. ഇറ്റ് വാസ് സപ്പോർട്ടഡ് ബൈ ഗാന്ധിജി എന്നാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആയിക്കോ? അപ്പൊ ആൻസർ 1ഉം 2ഉം ശരിയാണോ, 1ഉം 3ഉം ശരിയാണോ, 2ഉം 3ഉം ശരിയാണെന്നാണ്. 1ഉം 2ഉം ശരിയാണ്, അല്ലെങ്കിൽ 1ഉം 3ഉം ശരിയാണ്, ആൻഡ് 2 and 3 ശരിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഒന്നാം സ്റ്റേറ്റ്മെന്റ് നോക്കാം. കമ്മ്യൂണൽ അവാർഡ് ഡിക്ലെയർഡ് ബൈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ രാംസെ മെക്ഡൊണാൾഡ്. ഇത് ശരിയാണോ? ശരിയാണ്. ഓർമ്മിക്കുക. 1932 ഓഗസ്റ്റ് 16 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് രാംസെ മെക്ഡൊണാൾഡ് തന്നെ. ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് എക്സ്റ്റെൻഡഡ് ദി സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ടു ഡിപ്രസ് ക്ലാസ് ആണ്. ഡിപ്രസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അധികൃത വർഗ്ഗക്കാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ SC ST വിഭാഗം അല്ലെങ്കിൽ ദളിത് വിഭാഗം, അവർ ഡിപ്രസ് ക്ലാസ് അല്ലെങ്കിൽ അധികൃത വിഭാഗം. അവർക്ക് സെപ്പറേറ്റ് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തിയെന്നാണ്. അവർക്ക് പ്രത്യേക നിയോജക മണ്ഡലം അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന പ്രത്യേക നിയോജക മണ്ഡലം ഡിപ്രസ്ഡ് ക്ലാസ്സുകാർക്ക് കൂടി നീട്ടിക്കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് വാസ് സപ്പോർട്ടഡ് ബൈ ഗാന്ധിജിയാണ്. ഗാന്ധി ഈ കമ്മ്യൂണൽ അവാർഡിനെ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? ഓർത്ത് വയ്ക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഗാന്ധിജിനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നോക്കുക. ഇനി നമുക്ക് ഇനി ടോപ്പിക് എന്താണ്? കമ്മ്യൂണൽ അവാർഡ് നോക്കുക. 1932 ഓഗസ്റ്റ് 16 ഡേറ്റ് മറക്കുക. 1932 ഓഗസ്റ്റ് 16 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുക. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന രാംസെ മെക്ഡൊണാൾഡ്. മറക്കണ്ട, കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച 1932 ഓഗസ്റ്റ് 16 ഇത് പ്രഖ്യാപിക്കുന്നത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന രാംസെ മെക്ഡൊണാൾഡ് ആണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. ഇനി കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കാനുള്ള കാരണം നമുക്ക് നോക്കാം. 1930, 31, 32 3 വർഷങ്ങളായിട്ട് എന്തുണ്ട്? റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വട്ടമേശ സമ്മേളനം നടക്കും. അപ്പൊ ലണ്ടനിൽ വെച്ച് വട്ടമേശ സമ്മേളനം നടക്കുന്ന 1930, 31, 32 ഈ 3 വർഷങ്ങളാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഈ 3 വട്ടമേശ സമ്മേളനങ്ങൾ പങ്കെടുത്ത ഒരേ ഒരു വ്യക്തി നമുക്കറിയാം, ഡോക്ടർ ബി ആർ അംബേദ്കർ ഇസ് ഓൺലി ഇന്ത്യൻ പൊളിറ്റീഷ്യൻ പാർട്ടിസിപ്പേറ്റ് ഓൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ്. ഈ 3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരാൾ ഡോക്ടർ ബി ആർ അംബേദ്കർ. അതേസമയം ഗാന്ധിജി പങ്കെടുക്കുന്ന 2ാം വട്ടമേശ സമ്മേളനത്തിലാണ്. 31 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് 2ാം വട്ടമേശ സമ്മേളനത്തിലാണ്. പക്ഷെ ആ സമ്മേളനത്തിൽ ചർച്ച പരാജയപ്പെടുകയും ഗാന്ധി തിരിച്ചു വരികയും അപ്പോഴേക്കും തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ സിവിൽ ഡിസോബഡിയൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ദണ്ഡി മാർച്ച് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം അതൊക്കെ പരിപൂർണമായും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അതവിടെ പരാജയപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ അപ്പൊ ആ വട്ടമേശ സമ്മേളനത്തിന് ശേഷം പരാജയപ്പെട്ടതിന് ശേഷമാണ് 32 അതിന് ബദലായിട്ട് എന്ത് പറയുന്നത് ഈ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞ ഓർത്ത് വയ്ക്കുക. ആഫ്റ്റർ ദി റൗണ്ട് ടേബിൾ കോൺഫറൻസ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ രാംസെ മെക്ഡൊണാൾഡ് ഡിക്ലെയർഡ്. 3 വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടതിന് ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതാണ് കമ്മ്യൂണൽ അവാർഡ്. 1932 ഓഗസ്റ്റ് 16 ഡേറ്റ് മറക്കും. ഇനി കമ്മ്യൂണൽ അവാർഡ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് എ അവാർഡ്. ഇതൊരു അവാർഡല്ല. ഇറ്റ് ഈസ് ഓൺലി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു ഭരണ പരിഷ്കാരം. ഇറ്റ് ഈസ് ഓൺലി ആൻ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു ഭരണ പരിഷ്കാരം മാത്രമേതാണ്
കമ്മ്യൂണൽ അവാർഡ്. അപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് നമുക്ക് ബാക്കിലേക്ക് വന്നു. 1909 നമുക്കറിയാലോ, 1909 മിന്റോ മോർലി ആക്ട് പ്രകാരം 1909 മിന്റോ മോർലി ആക്ട് പ്രകാരം എ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂൻസി അല്ലെങ്കിൽ ഇലക്ടറേറ്റ് അലോട്ടഡ് ഫോർ മുസ്ലിംസ്, മുസ്ലിങ്ങൾക്ക് മാത്രം പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തിയിരുന്നു. 1909 മിന്റോ മോർലി ആക്ട് പ്രകാരം മുസ്ലിങ്ങൾക്ക് മാത്രം പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജകം, അതാണ് 1909 മിന്റോ മോർലി ആക്ടിന്റെ പ്രത്യേകത. ഇനി അതിനുശേഷം 1919 മൊണ്ടാഗു ചെംസോഡ് ആക്ട്, 1919 മൊണ്ടാഗു ചെംസോഡ് ആക്ട് പ്രകാരം ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്കും ഇന്ത്യയിലെ യൂറോപ്യന്മാർക്കും ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും പാർസികൾക്കും എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തി. അപ്പൊ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുൻസി അലോട്ടഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേക നിയോജക മണ്ഡലം അവർക്ക് മാത്രം ഏർപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തൃശ്ശൂർ മണ്ഡലം അല്ലെങ്കിൽ ഗുരുവായൂർ മണ്ഡലം അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലം, ഓരോ മണ്ഡലം, ആ മണ്ഡലം ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമേ, ഇപ്പൊ മുസ്ലിങ്ങൾക്ക് മാത്രം നിയോജകം ഏർപ്പെടുത്തുക. അവിടെ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഏത് രാഷ്ട്രീയ പാർട്ടികളെയും ആ കാൻഡിഡേറ്റ് ഷുഡ് ബി, അത് ആരായിരിക്കണം, കാൻഡിഡേറ്റ് മസ്റ്റ് ബി ആരായിരിക്കണം, ഒരു മുസ്ലിം ആയിരിക്കും. അപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ നിയുക്തി വെച്ച മണ്ഡലം, ഇപ്പൊ മുസ്ലിം നിയോജക മണ്ഡലം ആണെങ്കിൽ അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം, മുസ്ലിങ്ങളായിരിക്കണം. അപ്പൊ ജയിച്ചാലും തോറ്റാലും അവിടെ എത്തുന്ന ആളായിരിക്കും, മുസ്ലിം ആയിരിക്കും. അങ്ങനെ ഓരോ വിഭാഗം. അപ്പോ ഈ 19 ആക്ട് പ്രകാരം മാർക്ക് കൊടുത്തത് ഓൾറെഡി മുസ്ലിമിന് 1909 ഉണ്ട്. 19 ആക്ട് പ്രകാരം സിഖുകാർക്കും പാർസികൾക്കും ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്കും ആംഗ്ലോ ഇന്ത്യൻസിനും യൂറോപ്പിനും എല്ലാം എന്ത് ചെയ്തു, യൂറോപ്യന്മാർക്കെല്ലാം ഇതേപോലെ പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തി എന്നുള്ളതാണ് 19 ആക്ട് പ്രകാരം. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ 39 ഈ കമ്മ്യൂണൽ അവാർഡ്. അപ്പൊ ഈ 3 വട്ടമേൽ സമ്മേളനങ്ങളും പങ്കെടുത്തപ്പോ അതിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ കാലങ്ങളോളായി ആവശ്യപ്പെട്ട ഒരു സംഭവമാണ് ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങൾ ഡിപ്രസ് ക്ലാസ്സിന് എന്ത് ചെയ്യണം, പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടണം. ഞങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം, നമുക്ക് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഞങ്ങളുടെ വിഭാഗം ആളുകൾക്കും ഈ അധകൃത വിഭാഗക്കാർക്കും പ്രാതിനിധ്യം വേണം, അതുകൊണ്ട് ഞങ്ങൾക്കും പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്ന് ആദ്യം മുതലേ ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അപ്പൊ അദ്ദേഹം ഈ 3 സമ്മേളനത്തിലും പങ്കെടുത്തിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ഈ 1932 കമ്മ്യൂണൽ അവാർഡ് പ്രകാരം എന്ത് ചെയ്തു, എ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസി അലോട്ടഡ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസ്. അപ്പൊ ആദ്യം 1909 മുസ്ലിങ്ങൾക്കായിരുന്നു. 19 ആക്ട് പ്രകാരം സിഖുകാർക്കും പാർസികൾക്കും ഇന്ത്യയിലുള്ള യൂറോപ്യന്മാർക്കും ആംഗ്ലോ ഇന്ത്യൻസിനും യൂറോപ്യന്മാർക്കും കിട്ടിയ ഇവർക്കും പ്രത്യേക നിയോജകമണ്ഡലം ഏർപ്പെടുത്തി. ഈ 32 കമ്മ്യൂണൽ അവാർഡ് പ്രകാരം അത് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തവർക്കായി ഡിപ്രസ്ഡ് ക്ലാസ് അധകൃത വർഗ്ഗക്കാർക്കും പ്രത്യേക എന്ന് വെച്ചാൽ SC ST അല്ലെങ്കിൽ ഇന്നത്തെ ദളിത് വിഭാഗം അവർക്കും പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തി. ഇതാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണൽ അവാർഡ് പ്രകാരം ടോട്ടൽ എന്തായിട്ട് മാറി, ഇന്ത്യയിലെ മൊത്തം നിയോജക മണ്ഡലങ്ങൾ ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെട്ടു. ഓരോ നിയോജക മണ്ഡലം ഓരോ ജാതി വിഭാഗക്കാർക്കായി വിഭജിക്കുന്ന ഒരു സിസ്റ്റം വന്നു. ഇതാണ് കമ്മ്യൂണൽ അവാർഡ്. ഇങ്ങനെ വന്നപ്പോഴാണ് ഗാന്ധിജി എന്ത് പറഞ്ഞത്, ഈ കമ്മ്യൂണൽ അവാർഡ് പറയും ഇന്ത്യ മൊത്തത്തിലാകെ ഛിന്ന ഭിന്നമാകാൻ പോവുകയാണ്, ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രമാണ് ഈ കമ്മ്യൂണൽ അവാർഡ്. അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തെ ആകെ ഛിന്ന ഭിന്നമാക്കാനും അതോടൊപ്പം ഇന്ത്യയെ മൊത്തം ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഛിന്ന ഭിന്നമാക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രമാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞ് ഗാന്ധിജി പറഞ്ഞു. ഒന്നല്ലെങ്കിൽ ഈ നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് പിൻവലിക്കണം, ഒന്നല്ലെങ്കിൽ ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിൻവലിക്കണം, അല്ലെങ്കിൽ ഈ നിയമത്തിൽ നിന്ന് മത്സരിക്കുന്ന പ്രത്യേക നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നവരിൽ അവർ പിന്മാറി അവർ ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് മത്സരിക്കണം. അതുവരെ ഞാൻ തുള്ളി വെള്ളം കുടിക്കില്ല എന്ന് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ്, മരണം വരെയുള്ള ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം മരിച്ചു. അങ്ങനെ ഗാന്ധി ജീവിതത്തിൽ ആദ്യത്തെ മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹം, ഫാസ്റ്റ് സത്യാഗ്രഹം ഗാന്ധിജി അൺടു ഡെത്ത് ഇൻ 1932 അഗെയിൻസ്റ്റ് കമ്മ്യൂണൽ അവാർഡ്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ഗാന്ധിയുടെ ആദ്യത്തെ മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹം എന്ന് വെച്ചുള്ളത് കമ്മ്യൂണൽ അവാർഡ് 1932. അങ്ങനെ ഗാന്ധിയുടെ സത്യാഗ്രഹം നമുക്കറിയാലോ. ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് വെച്ചാൽ അത് 1906 സൗത്ത് ആഫ്രിക്കയാണ്. ഗാന്ധിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം, ഗാന്ധിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1906 1906 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് വെച്ചാൽ ചമ്പാരനാണ്, 1917 ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയും. അതേസമയം ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ചോദിച്ചാലോ, ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിച്ചാൽ ചമ്പാരനാണ്. ആദ്യത്തെ ഫാസ്റ്റ് സത്യാഗ്രഹം നിരാഹാര സത്യാഗ്രഹം ചോദിച്ചാൽ അത് അഹമ്മദാബാദ് മിൽസ് സ്ട്രൈക്ക്, അതാണ് ഗാന്ധി ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. അതേസമയം ആദ്യത്തെ മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹം എന്ന് പറയുന്നതാണ് 1932 അഗെയിൻസ്റ്റ് കമ്മ്യൂണൽ അവാർഡ്. അപ്പൊ കമ്മ്യൂണൽ അവാർഡ് അദ്ദേഹത്തിന് ആദ്യത്തെ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. അത് മരിച്ചില്ല, അത് വേറെ കഥ. ആ നിരാഹാരം ആരംഭിച്ച് അദ്ദേഹം ആകെ അവശനായി മരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ ഡോക്ടർ ബി ആർ അംബേദ്കറും ഗാന്ധി തമ്മിൽ ചർച്ച നടത്തുന്നു. എന്ന് വെച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ ഗാന്ധിയും അംബേദ്കർ വളരെ രണ്ടറ്റങ്ങളിലായിരുന്നെങ്കിൽ പോലും വ്യക്തിപരമായി നമ്മുടെ ഗാന്ധിയോട് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ.
അതുകൊണ്ട് ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അംബേദ്കർ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആ പ്രത്യേക നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഡിപ്രസ് ക്ലാസ്സിന് പ്രത്യേക മണ്ഡലം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അനുവദിച്ചുള്ള പ്രത്യേക നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിന് പിന്മാറി ഞങ്ങൾ ജനറൽ നിയോജക മണ്ഡലത്തിൽ ഒന്ന് ഞങ്ങൾ മത്സരിക്കാം, പക്ഷെ ഞങ്ങളുടെ സീറ്റുകൾ കൂട്ടിത്തരണം എന്ന് പറയാം. ആ ഒരു ചർച്ച, ആ ഒരു തീരുമാനത്തിൽ എത്തുകയാണ്. അങ്ങനെ ഡോക്ടർ ബി ആർ അംബേദ്കർ അവർക്ക് അനുവദിച്ചു കൊടുത്ത പ്രത്യേക നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് പിന്മാറി അവർ ജനറൽ സീറ്റിൽ ഒന്ന് മത്സരിക്കാൻ തീരുമാനമായി. ഈ തീരുമാനമാണ് 1932 പൂന ഉടമ്പടി എന്ന് പറയുന്നത്. പൂന ഉടമ്പടി. അങ്ങനെ ആ പൂന ഉടമ്പടി പ്രകാരം ഗാന്ധിജി അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കുകയും ഈ ഡോക്ടർ ബി ആർ അംബേദ്കറും ടീമുകളും ഡിപ്രസ് ക്ലാസ് അവർക്ക് അനുവദിച്ച പ്രത്യേക നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും പിന്മാറി അവർ ജനറൽ സീറ്റിൽ മത്സരിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവമാണ് പൂനെ പാക്ട്. അങ്ങനെയാണ് ഗാന്ധിയുടെ മരണവേള നിരാഹാര സത്യാഗ്രഹം അവസാനിക്കുന്നതെന്നും കൂടി ഓർത്തിരിക്കുക. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ കമ്മ്യൂണൽ അവാർഡും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പൂനെ പാക്ട്. അപ്പൊ റിയലി ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ചോദ്യം ഇങ്ങനെ വരാറുണ്ട്, പൂനെ പാക്ടിൽ ഗാന്ധിജിയും ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഡോക്ടർ ബി ആർ അംബേദ്കർ പൂന ഉടമ്പടി ഒപ്പുവെക്കുന്ന 1932 ആണ്. അപ്പൊ ഈ പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാച്ച് നമ്മൾ പറയുമ്പോൾ ഗാന്ധിജി ആൻഡ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയും. പക്ഷെ അവിടെ ഒരു ചോദ്യം ഇങ്ങനെ, ഹു സൈൻഡ് ഇൻ പൂന പാക്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗാന്ധിജി, അല്ലെങ്കിൽ ഹു സൈൻഡ് ഇൻ പൂന പാക്ട് ഫോർ ഗാന്ധിജി എന്നത്. ഗാന്ധിജിക്ക് വേണ്ടി അല്ലെങ്കിൽ ഗാന്ധിജിക്ക് പകരം പൂന പാക്ട് ഉടമ്പടി ഒപ്പുവെച്ചത് ആരാച്ച് ഓർമ്മിക്കുക, അത് മദൻ മോഹൻ മാളവ്യ ഓർമ്മിക്കുക. അപ്പൊ ഗാന്ധിജിയും ഡോക്ടർ ബി ആർ അംബേദ്കറാണ്, പക്ഷെ ഗാന്ധിജിക്ക് വേണ്ടി അവിടെ സൈൻ ചെയ്യുന്നത് മദൻ മോഹൻ മാളവ്യാണെന്നും കൂടി ഓർമ്മിക്കുക. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് കമ്മ്യൂണൽ അവാർഡ് പ്ലസ് അതിനോടുകൂടി നമ്മൾ പൂന ഉടമ്പടി കൂടി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് മിക്കവാറും എല്ലാ എക്സാമും ചോദിക്കാൻ മറക്കണ്ട. കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ നിങ്ങൾ കമന്റ് ചെയ്ത് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഗൈഡൻസും നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ് വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായി കൊണ്ടെത്താം. അതുവരെ എല്ലാവർക്കും ബൈ.